ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഇടുന്നത്. ഞങ്ങൾ ചെന്നൈയിൽ പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹിച്ചു, പക്ഷേ ഒത്തിരി വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതിരാവിലെ ട്രെയിനിൽ എഴുന്നേറ്റപ്പോഴാണ് വീഡിയോയുടെ കാര്യം തന്നെ ഓർത്തത്. ഞങ്ങൾ ചെന്നൈയിലെത്തി. അതിരാവിലെ തന്നെ VR ചെന്നൈ എന്ന് പറയുന്ന മാള് കാണാനായിട്ട് പോവാണ്. VR ചെന്നൈ എന്ന് പറയുന്നത് ചെന്നൈ ഏരിയയിലെ തന്നെ വലിയൊരു ലാർജസ്റ്റ് മാളാണ്. കയറുമ്പോൾ തന്നെ ഒരു നല്ല അടിപൊളി ആംബിയൻസ് ആണ്. പൈസ പോകാൻ ഇഷ്ടം പോലെ പരിപാടികൾ താഴെ തന്നെയുണ്ട്. ബ്രാൻഡുകളുടെ ജീൻസും ബ്രാൻഡ് ഷൂസും എല്ലാം ബ്രാൻഡഡായ ഐറ്റംസ് താഴെ തന്നെയുണ്ട്. ഗ്യാപ്പും കുച്ചിയും എല്ലാം ഉണ്ട്. 2018 ജൂൺ 18 കേട്ടോ ഈ മാൾ പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ആക്കി കൊടുക്കുന്നത്. നല്ല അടിപൊളി പൂക്കളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ്. ഇതിൻ്റെ വാതിൽക്കൽ തന്നെയുണ്ട്. കയറുമ്പോൾ തന്നെ ഒരു നല്ല അറ്റ്മോസ്ഫിയറാണ്. തമിഴ് കൾച്ചറൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് VR ചെന്നൈ മാൾ പണിതിരിക്കുന്നത്. ഞങ്ങൾ അതുവഴി ഇതുവഴിയെല്ലാം കറങ്ങി നടന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നേരെ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ്റെ കല്യാണത്തിന് വേണ്ടിയാണ് പോയിട്ടോ. ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ ഫ്രണ്ട്സ് എല്ലാവരും വന്നു. അവരുടെ മാനേജേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. കുറച്ച് നേരം അവിടെ ഇരുന്നു. ഇനിയും കാണുന്നതാണ് ഹൈലൈറ്റ് കേട്ടോ. പിന്നെ ആരെയോ ഭയക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇവൻ്റെ മുഖം കാണാതിരിക്കാൻ. ഈ വീഡിയോയിൽ 3 പേരുണ്ട്. അവരെ ഞാൻ പരിചയപ്പെടുത്താതെ പോയാൽ ഭയങ്കര തെറ്റാണ് കേട്ടോ. കയ്യിൽ ചെറിയ വാച്ച് കെട്ടിയവൻ ശൈലേഷ്, വലിയ വാച്ച് കെട്ടിയവൻ രാഹുൽ, മസിൽ കാണിച്ചവൻ കൂട്ടൻ. ഞങ്ങൾ കല്യാണത്തിന് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തരും കയറ്റിക്കൊണ്ട്, എൻ്റെ വൈഫാണ് ഓരോരുത്തരും അക്കെടുത്ത് കയറ്റി വിടുന്നതെന്ന് തോന്നുന്നു. കല്യാണ ചെക്കൻ്റെ കല്യാണം കഴിഞ്ഞ് വലം വെക്കുന്ന സമയത്താണ് ഞങ്ങളവിടെ ചെല്ലുന്നത്. അവിടെ ചെന്നു, കണ്ടു, ഹായ് പറഞ്ഞു, ഫുഡ് ഏരിയയിലേക്ക് പോയി. അതാണല്ലോ നമ്മുടെയൊക്കെ പെയിൻ. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. വാഴയിലയിലായിരുന്നു ഫുഡ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ അവർ തന്നുകൊണ്ടേയിരുന്നു. ഞങ്ങൾ കഴിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ വേറൊന്നും കൂടെ ആഡ് ചെയ്യാണ്ട് 2 ടൈപ്പ് ഓഫ് പായസം. അങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞ് ചെറുക്കനെ ആ സമയത്താണ് ഞങ്ങൾ നേരിട്ടൊന്ന് കാണുന്നത് തന്നെ. ഞങ്ങളുടെ ഒരു ഹാപ്പി മാരീഡ് ലൈഫും കൺഗ്രാജുലേഷനും പറഞ്ഞ് പുറത്ത് തോളത്ത് തട്ടി ഞങ്ങൾ ബാഗും തൂക്കി നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട്. അങ്ങനെ ഞങ്ങൾ യാത്രയായി തിരിച്ച് നാട്ടിലേക്ക്. വീണ്ടും കാണും വരേക്കും ബൈ.